ഓം ശാന്തി. ഇന്ന് നമുക്ക് ധ്യാനം ചെയ്യുന്ന സമയത്തും അതിനു മുമ്പും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വീടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാം, ഏറ്റവും മിനിമമായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമുക്ക് ധ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പലരും ചോദിക്കുന്നുണ്ട്, ധ്യാനം ചെയ്യാൻ മിനിമം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഏകാഗ്രത നല്ലതുപോലെ കിട്ടാൻ. 4 മുഖ്യ കാര്യങ്ങളാണ് ഈശ്വരൻ പറയണത്. അതിലൊന്ന് സത്സംഗം, രണ്ടാമത്തത് സാത്വികാഹാരം, മൂന്നാമത്തത് ബ്രഹ്മചര്യം, നാലാമത്തത് ദിവ്യഗുണങ്ങളുടെ ധാരണ. ഇത് 4 രാജയോഗത്തിൻ്റെ 4 സ്തംഭങ്ങളാണ്. നമ്മളൊരു യോഗി ജീവിതം ഒരു കസേരയുടെ 4 കാല് പോലെയാണ് ഈ യോഗി ജീവിതത്തിൽ ഒരു യോഗിക്കിരിക്കാനുള്ള കസേരയുടെ 4 സ്തംഭങ്ങളാണ്. ഇത് 4ൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് രാജയോഗി ജീവിത ശൈലി ഏറ്റവും നന്നായി പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. പൂർണ്ണമായും മെഡിറ്റേഷൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ ഈ 4 കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അതിൽ ആദ്യത്തേത് സത്സംഗമാണ്. നിത്യ സത്സംഗം ആവശ്യമാണ്. കാരണം രാജയോഗം ജ്ഞാനം കൊണ്ട് നമ്മൾ ധ്യാനം ചെയ്യാം. ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് മനസ്സിനെ അടിച്ചമർത്തുകയല്ല നമ്മളിവിടെ ചെയ്യണം. ഒരു കുട്ടി കത്തി കയ്യിൽ വെച്ച് കളിക്കുമ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കയ്യിലൊരു പൂ കൊടുത്തിട്ട് ആ കത്തി വാങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ് ചിന്തിക്കാൻ. അതിലെപ്പോഴും എന്തെങ്കിലും ചിന്ത വരും, ഒന്നീ നല്ലതല്ലെങ്കിൽ കെട്ടത്, വേണ്ടതല്ലെങ്കിൽ വേണ്ടാത്തത്. രാജയോഗത്തിൽ നമ്മൾ എന്താ ചെയ്യണേ? പരമാത്മാ പറയണം, മക്കളെ വേണ്ടാത്ത ചിന്തകളെ മാറ്റാൻ വേണ്ടുന്ന ചിന്തകളെ കൊണ്ടുവരും. അപ്പോൾ വേണ്ട വിചാരങ്ങൾ കൊണ്ടുവരാൻ പോസിറ്റീവ് പ്യുവറായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവും വേസ്റ്റും കുറയും. അപ്പം നമ്മുടെ ടെൻഷനും ബേജാറും മാറിക്കിട്ടും, സമ്മർദ്ദങ്ങളിലായപ്പോൾ വരും. അതായത് പോസിറ്റീവ് ചാനലൈസ് ചെയ്യാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ, വിചാരദിശയെ പോസിറ്റീവിലേക്ക് തിരിച്ചു വിടുകയാണ്. അപ്പം അതിനെന്ത് വേണം? അതിനുള്ള ആഹാരം വേണം. കാരണം ഇൻപുട്ട് അനുസരിച്ചാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുക. നമ്മൾ അകത്തേക്ക് എന്ത് കൊടുക്കണോ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും ആരുടെ കൂടെ കൂട്ടുകൂടുന്നത്, ഇതെല്ലാം നമ്മുടെ ഇൻപുട്ടാണ്, ആഹാരമാണ്. അപ്പം ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഇൻപുട്ട് പോയാലേ നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്കും പോസിറ്റീവായിട്ടുള്ളത് വരുള്ളൂ. വിചാരം പോസിറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സത്സംഗം ഏറ്റവും പ്രധാനമാണ്. ജ്ഞാനം, അതിനാണ് നിത്യേന സത്സംഗം. ഡെയിലി 1 മണിക്കൂർ. ബ്രഹ്മകുമാരീസ് ഈശ്വരീ വിശ്വവിദ്യാലയത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഇവിടെ നമുക്ക് ഡെയിലി പരമാത്മാവിൻ്റെ മഹാവാക്യങ്ങൾ 1 മണിക്കൂർ സത്സംഗം കിട്ടും. അപ്പോൾ നമ്മൾ ജ്ഞാനം 1 മണിക്കൂർ പോസിറ്റീവ് തിങ്കിങ്ങിനുള്ള ആ പോസിറ്റീവ് ഫുഡിൻ്റെ ഒരു കലവറ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അതിനെ ജ്ഞാനമുരളി എന്നാണ് പറയുക, ഈശ്വരൻ്റെ ഡയറക്റ്റ് മഹാവാക്യം. ആ ജ്ഞാനത്തിൽ നമ്മൾ സ്നാനം ചെയ്യുക, അതാണ് ആദ്യം വേണ്ടത്. ജ്ഞാനസ്നാനമാണ്. ജ്ഞാനം കൊണ്ട് കുളിക്കണം. അപ്പോൾ തന്നെ നമുക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. ഈ ജ്ഞാനം ഇന്ധനം പോലെ ഇതുപയോഗിച്ചാണ് നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഓർമ്മയുടെ യാത്രയാണ്, അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സത്സംഗമില്ലാതെ, ജ്ഞാനശ്രവണം കൂടാതെ നമുക്ക് ജ്ഞാനത്തിൻ്റെ മനനവും ചിന്തനവും ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം വേണ്ടത് ശ്രവണമാണ്. കേൾക്കണം, മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തനം ചെയ്യണം. എന്നിട്ട് നമുക്ക് അഭ്യാസം ചെയ്തിട്ട് അനുഭൂതി. കാരണം ഇവിടെ നമ്മൾ കേൾക്കുന്ന ജ്ഞാനം വെറുതെ കർണരസത്തിനുള്ളതല്ല. ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു, ഇത് കേട്ടിട്ട് നന്നായിരുന്നു എന്ന് പറയാനുള്ളതല്ല, നമുക്ക് നല്ലതാവാനുള്ളതാണ്. എനിക്കിതുപയോഗിച്ച് നന്നാവണം. ഈ ജ്ഞാനം വിശേഷ ജ്ഞാനമാണ്, വിജ്ഞാനമാണിത്. കാരണം ഈ ജ്ഞാനം യോഗം ചെയ്യാനുള്ളത്, മെഡിറ്റേഷൻ ചെയ്യാനുള്ളതാണ്. ജ്ഞാനം കേവലം ബുദ്ധിക്കുള്ള പാണ്ഡിത്യത്തിനല്ല നമ്മളിവിടെ കേൾക്കണത്. പിന്നെയോ നമ്മളിവിടെ കേൾക്കുന്നത് അനുഭവം ചെയ്യാൻ. അപ്പം ആത്മാവിനെക്കുറിച്ച് നമ്മൾ കേട്ടു, ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ പാണ്ഡിത്യം കൊണ്ട് എന്താ കാര്യം?
ഞാൻ ആത്മാവാണെന്ന അനുഭവം, ആത്മീയ ദൃഷ്ടികോൺ, മറ്റുള്ളവരെ ആത്മസഹോദരങ്ങളായിട്ട് കാണുക. ആത്മാവിലുള്ളത് 7 ഗുണങ്ങളാണ്. ആ ഗുണങ്ങൾ കർമ്മത്തിൽ കൊണ്ടുവരിക. നമ്മൾ എന്ത് ജ്ഞാനം ഇവിടെ കേൾക്കുന്നു, ഇത് അനുഭവജ്ഞാനം, അനുഭവിക്കാനുള്ളതാണ്, അനുഭൂതി ചെയ്യാനുള്ളതാണ്. അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ജ്ഞാനത്തെ അനുഭൂതി ചെയ്യുന്ന പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് ആ അനുഭൂതിയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, അനുഭവം, അതായത് നമ്മുടെ ജീവിതം തന്നെയാണ് ഇവിടെ നമുക്ക് പരീക്ഷണശാല. ആത്മാവിനെയും പരമാത്മാവിനെയും ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല, സ്വയം അനുഭവം ചെയ്യാൻ കഴിയും. ധ്യാനം നമുക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. ധ്യാനം ചെയ്യാനുള്ള വിധി പരമാത്മ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ സ്വയം പഠിച്ച് സ്വയം പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിലൂടെ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പം അതിന് ആദ്യം നിത്യസത്സംഗം ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഒരു സാത്വിക ജീവിത രീതിയായിരിക്കണം. ഒന്നിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. ഡെയിലി ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു ശുദ്ധമായ സ്ഥലം, പൂജാമുറിയാണെങ്കിൽ ഏറ്റവും നല്ലത്. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലത്. നട്ടെല്ലെന്ന് പറഞ്ഞ് ഒരു പായോ ഷീറ്റോ വിരിച്ചിട്ടിട്ട് ഇരിക്കാം. ശരീരത്തിന് ഏത് പോസ്റ്റർ ഏറ്റവും സുഖമായിട്ടിരിക്കാൻ പറ്റണ, വിശ്രമത്തോടെ ഇരിക്കാൻ പറ്റുന്ന പോസ്റ്റർ ഏതാണോ ആ സുഖാസനത്തിൽ നിങ്ങൾക്കിരിക്കാം. പിന്നെ നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് പൂജാമുറി ഉള്ളവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയല്ലാത്ത ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇരിക്കാം. ശുദ്ധമായ വായു സഞ്ചാരമുള്ള സ്ഥലം, ഒരു ശുദ്ധമായ അന്തരീക്ഷമുള്ള സ്ഥലം. ശബ്ദവും ബഹളവും ടിവിയും കമ്പ്യൂട്ടറും ഫോണും മനുഷ്യരുടെ ബഹളം അതിൻ്റെ ഇടയിലിരിക്കുന്ന നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും പൂജാമുറിയോ അല്ലെങ്കിൽ ടെറസോ അങ്ങനെ സ്വസ്ഥമായ ഏകാന്തമായ കുറച്ച് നിശബ്ദതയുള്ള സ്ഥലത്തിരുന്ന് ചെയ്യും. എപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ചന്ദനത്തിരിയോ അങ്ങനെ ലൈറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സുഗന്ധ വസ്തു, സാമ്പ്രാണി എന്തെങ്കിലും ഒന്ന് കത്തിച്ച് ഒരു നല്ല ഡിവൈനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കും. കണ്ണ് തുറന്നിരുന്നുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ എങ്ങനെയാണോ അങ്ങനെ ചെയ്തോളൂ. കണ്ണ് തുറന്നിരുന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അപ്പം നമുക്ക് ജോലി വേലകളിലും എല്ലാം ചെയ്തുകൊണ്ടും ഏകാഗ്രത നമ്മുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കണ്ണടച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടക്കത്തിൽ നിങ്ങൾ കമൻട്രി കേട്ടിട്ട് ഇയർഫോണിൽ വല്ലതും കേട്ടുകൊണ്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും. കമൻട്രി കേൾക്കുമ്പോൾ കേൾക്കുകയും വേണം, മനസ്സാകുന്ന കണ്ണിൽ ആ കേൾക്കുന്നത് തന്നെ ചിത്രം കാണണം, അത് ഫീൽ ചെയ്യണം. അപ്പോൾ ആ അനുഭവത്തിൽ എത്ര സമയം അനുഭൂതിയിൽ മുഴുകുന്നോ അനുഭൂതിയിൽ മുഴുകും. അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും കമൻട്രി കേൾക്കുക. അങ്ങനെ കേട്ടുകൊണ്ട് കുറച്ച് ദിവസം മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്വയം മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഭക്ഷണമാണ്. കണ്ണും ഭക്ഷണം കഴിക്കേണ്ടത്. കാണുന്നതെല്ലാം കണ്ണിൻ്റെ ഭക്ഷണം, കേൾക്കുന്നതെല്ലാം കാതിൽ കൂടിയുള്ള ഭക്ഷണം, ഈ വായിൽ കൂടി നമ്മൾ ഭക്ഷണം അകത്താക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം ആഹരിക്കുന്നത്, സ്വീകരിക്കുന്നത്, അപ്പോൾ നമ്മുടെ കണ്ണും കാതും വായും ഒക്കെ സ്വീകരിക്കുന്ന, ഉള്ളിലേക്ക് കൊടുക്കുന്നത് സാത്വിക ഫുഡായിരിക്കണം. നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക, കഴിക്കുന്നതും കുടിക്കുന്നത് സാത്വിക ആഹാരമാണെങ്കിൽ അപ്പം നമ്മുടെ ഇൻപുട്ട് പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ ചിന്തനങ്ങളും സാത്വികമാകാൻ, സങ്കല്പം ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമാകാൻ സഹായിക്കും. ധ്യാനത്തിന് സാത്വിക ആഹാരം ഏറ്റവും പ്രധാനമാണ്. സാത്വിക ആഹാരം എന്ന് പറഞ്ഞാൽ ചിലർ ചോദിച്ചിരുന്നു സാത്വിക ആഹാരം എന്താണ്? മത്സ്യം, മാംസം, മുട്ട, നമുക്കറിയാമല്ലോ ഇതിനെ തമോ ഗുണി ആഹാരമായിട്ടാണ് പറയാം. തമോ ഗുണി വർജിക്കണം. മറ്റൊന്ന് രജോ ഗുണിയാണ്, ഉള്ളി, വെളുത്തുള്ളി, മുള്ളങ്കി തുടങ്ങിയവ. പിന്നെ കൂടുതൽ എരിവ്, പുളി, മസാലകൾ, ഇതും രജോ അവസ്ഥയാണ്. അപ്പം നമുക്ക് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും നല്ലത്. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നോ അത് കഴിക്കുന്ന ഭക്ഷണവും കഴിക്കുന്നതും കുടിക്കുന്നതും കൊണ്ടാണ് നമ്മുടെ ശരീരവും മനസ്സും നിർമ്മിക്കപ്പെടുന്നത്. വ്യക്തി പറഞ്ഞാൽ എന്താണ് പറയാറില്ലേ, ജൈസാൻ വൈസാമാൻ എന്നാണ് പറയണത്. അപ്പം നമ്മൾ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണോ അതുപോലെ ഇരിക്കും നമ്മുടെ സ്വഭാവം, അതുപോലെ ഇരിക്കും നമ്മുടെ
ആരോഗ്യം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കൂ, ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാത്വിക ആഹാരം വേണം. നമ്മുടെ മണ്ണിന് മുകളിൽ വിളയുന്ന എല്ലാ സാധനങ്ങളും, പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഇഷ്ടംപോലെ തരുന്നുണ്ട് പ്രകൃതി മാതാവ്. അതിൽ നമുക്ക് വേണ്ടുന്ന ഊർജ്ജമുണ്ട്. നമുക്ക് തടി വയ്ക്കാനുള്ള ഭക്ഷണമല്ലല്ലോ വേണ്ടത്, ആണോ? നമുക്ക് ഊർജ്ജം അടങ്ങിയ ഭക്ഷണമാണ് വേണ്ടത്. വർക്ക് ചെയ്യാൻ വേണ്ടത് ഊർജ്ജമാണ്. അതുകൊണ്ട് ഊർജ്ജത്തിനുള്ള ഭക്ഷണം കഴിക്കൂ. സൗരോർജ്ജം അങ്ങനെ സംഭരിച്ചിരിക്കുന്നുണ്ട് ഈ മണ്ണിൻ്റെ മുകളിൽ വിളയുന്ന എല്ലാ സാധനങ്ങളിലും. താഴെ മണ്ണിൻ്റെ അടിയിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറച്ച് കഴിക്കും. മണ്ണിൻ്റെ മുകളിൽ വിളയുന്നത് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. ഇനി ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. സാത്വികമായിട്ട് ശ്രേഷ്ഠ വിചാരത്തിൽ നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ സാധനങ്ങൾ ഇടുന്നത് പോലെ നമ്മുടെ മനസ്സിന്ന് പൊടിയുന്നത് നല്ലതായിരിക്കണം. ഇവിടുന്ന് സദാ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. ആര് ഭക്ഷണം ഉണ്ടാക്കണോ അടുക്കളയിൽ കയറുമ്പോൾ മുതൽ നമ്മുടെ വിചാരത്തിൽ ഇവിടുന്നുള്ള ടിന്നുകളിൽ നിന്ന് എന്ത് പൊടിയാണ് വീഴണമെന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ എങ്ങനെയുള്ള വിചാരം ഉണ്ടായിക്കൊണ്ടിരിക്കണോ, അടുക്കളയിൽ നിൽക്കുമ്പോൾ ഏത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നോ അതെല്ലാം ആ ഭക്ഷണത്തിൽ കലർന്നുകൊണ്ട് അബ്സോർവ് ചെയ്യും. വിചാരത്തിലും ഊർജ്ജമുണ്ട്, വാക്കുകളിലുണ്ട്. ആ എനർജി ഭക്ഷണത്തിനോടൊപ്പം കുക്കായിട്ട് നമ്മൾ എത്ര പേർക്ക് കൊടുക്കണോ, ചോറും സാമ്പാറും മാത്രമല്ല കൊടുത്തേ, അതുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ വിചാരങ്ങൾ എന്തൊക്കെയാണോ അത് ഇവിടെ നിന്ന് ആ ആഹാരത്തിലേക്ക് പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അബ്സോർബ് ചെയ്യുക, അതും കൂടെ വിതരണം ചെയ്യുക. അപ്പം മനസ്സ് ദേഷ്യപ്പെട്ടിട്ടാണ്, ദേഷ്യമോ വെറുപ്പോ വീട്ടിൽ രണ്ടാളും കൂടെ അടികൂടി ആ ദേഷ്യത്തിൽ പോയി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ആ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ വെറും സാമ്പാറല്ല കൊടുക്കണം, നമ്മൾ ദേഷ്യമുള്ള സാമ്പാർ. വെറുപ്പാണെങ്കിൽ വെറുപ്പുള്ള സാമ്പാറാണ് കൊടുക്കണം. ഉള്ളിലെ പകയാണെങ്കിൽ പകയുള്ള സാമ്പാറാണ് നമ്മൾ കൊടുത്തത്. അടികൂടിയത് നമ്മൾ 2 പേരായിരിക്കും, പക്ഷെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയത് കഴിക്കുന്നത് വീട്ടിൽ 5 പേരായിരിക്കും. 5 പേരുടെ മനസ്സിനെയും ശരീരത്തെ ഇത് ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും മനസ്സ് ശാന്തവും സ്വസ്ഥവുമാക്കി ഏറ്റവും സ്നേഹത്തോടു കൂടി ചെയ്യാനുള്ളൊരു കാര്യമാണ് കുക്കിങ്. സ്നേഹവും സന്തോഷവും ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ പോയാൽ മതി. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഉണ്ടാക്കുമ്പോൾ, വിളമ്പി കൊടുക്കുമ്പോൾ, കഴിക്കുമ്പോൾ ശാന്തമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യും. കുക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ വിചാരം ഉണ്ടാകണം. പ്രസാദം ഞാൻ ഉണ്ടാക്കുകയാണ് വിചാരിക്കും. ഇത് ഭർത്താവിന്, ഇത് മോന്, ഇത് മോൾക്ക് ഇഷ്ടപ്പെട്ടത്. ഓരോരുത്തരുടെ ഇഷ്ടം നോക്കി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഇപ്പം എത്ര തവണ കുക്ക് ചെയ്യണം, എത്ര വേറെ വേറെ കുക്ക് ചെയ്യണം? ഒരാളുടെ ഇഷ്ടത്തിന്. ഇത് സർവശക്തിവാനുള്ള പ്രസാദമാണ്, ഭഗവത് പ്രസാദമാണ് ഞാൻ വീട്ടിലുണ്ടാക്കണേ. ഇത് കഴിക്കുന്നവരുടെ എല്ലാവരുടെയും മനസ്സിന് സന്തോഷവും ശക്തിയും ഉണ്ടാവും, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, ബുദ്ധി സദ്ബുദ്ധിയായിട്ട് മാറും. ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയ ഉടനെ സർവശക്തിവാനെ വിളിക്കുക. മനസ്സുകൊണ്ട് ആ പരമചൈതന്യത്തെ വിളിച്ച് ഈശ്വരനോട് സംസാരിച്ചുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യുക. പരമാത്മാവിൻ്റെ ആ പരമപവിത്രമായ ദിവ്യ ചൈതന്യം, പരമാത്മകിരണങ്ങളെ ആ ഭക്ഷണത്തിൽ കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യും. അപ്പോൾ ആ ഭക്ഷണം നിവേദ്യമായിട്ട് മാറും. കഴിക്കുമ്പോഴും സ്മരിച്ചിട്ട് ഓർമ്മിച്ച് കഴിക്കൂ. തന്നാൾക്ക്, ഉണ്ടാക്കിയവർക്ക് എല്ലാവർക്കും ആ ഭക്ഷണം കയ്യിൽ വരാൻ എത്ര പേരുടെ അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കും. കഴിക്കുമ്പോൾ ഒരിക്കലും TV കണ്ടുകൊണ്ടോ ഫോൺ വിളിച്ചുകൊണ്ടോ പത്രം വായിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കരുത്. അതെല്ലാം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കും. എന്ത് ചെയ്യണോ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യും. അപ്പോഴേ ആ ഭക്ഷണം കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉപകാരം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിനോട് മറ്റേതൊക്കെ കഴിക്കുക, ഉള്ളിൽ പോവാം. അപ്പോൾ ഭക്ഷണം എന്ത് കേട്ടുകൊണ്ട് കഴിക്കണോ, TV ന്യൂസ് കേൾക്കുക, അതിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ വിഷമവും കൂടി ഈ ഭക്ഷണത്തിൻ്റെ കൂടെ ഉള്ളിൽ പോവും. സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ധ്യാനത്തിന് ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഈ ഒരു മാസം ഇത്രയും ദിവസം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കണോ? ഇനി സാത്വിക ആഹാരം കൂടി കഴിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ ഒരു മാസം. അപ്പോൾ ആ വ്യത്യാസം അറിയാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം നന്നായിരിക്കും. ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും വേണ്ടേ നമുക്ക്? പിന്നെ മൂന്നാമത്തത് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രഹ്മചര്യത്തോടു കൂടിയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായും ധ്യാനത്തിൻ്റെ പൂർണ്ണ ബെനിഫിറ്റ് നമുക്ക് കിട്ടും.
എഫർട്ട് കുറച്ച് മതി. ബ്രഹ്മചര്യത്തിൽ തന്നെ അത്രയും പവറുണ്ട്. എനർജി അത്രയും നമ്മുടെ സേവ് ആവും, കോൺസെൻട്രേഷൻ കൂടും. പിന്നെ 4-മത്തേതാണ് ദിവ്യ ഗുണങ്ങളുടെ ധാരണ. ഒരു രാജയോഗി ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, ഞാനൊരു ആത്മാവാണ്. യോഗം പരമാത്മാവുമായിട്ടാണ്. ആത്മാവ് പരമാത്മാവിനെ സ്മരിക്കുമ്പോൾ ആത്മാവിൽ എന്താണെന്ന് പറയുന്നത്? ഗുണങ്ങൾ ആണല്ലോ. പരമാത്മാവാര അറിവിൻ്റെ കടൽ, ശാന്തിയുടെ കടൽ, സ്നേഹത്തിൻ്റെ കടൽ. അപ്പോൾ പരമാത്മാവിനെ സ്മരിക്കുമ്പോൾ ആത്മാവിലേക്ക് എന്താണെന്ന് അറിയണേ? ആ പവർ ഹൗസിൽ നിന്ന് ഈ ബാറ്ററിയിലേക്ക് നിറയുന്നത് ഗുണങ്ങളാണ്, ശക്തികളാണ്. അപ്പോൾ ഈ ബാറ്ററിയിൽ എന്ത് ചാർജ് എന്നറിയണോ? നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ പെരുമാറ്റത്തിലും എന്തുണ്ടാകണം? ഗുണങ്ങളുണ്ടാകണം. നമ്മുടെ ദൃഷ്ടിയിൽ ആ സ്നേഹവും കരുണയും ഉണ്ടാകും. വാക്കുകളിൽ ആ മാധുര്യം വരും, കടുപ്പം കുറയും. എല്ലാ തരത്തിലുള്ള റഫ് ആൻഡ് ടഫ് എല്ലാ നേച്ചേഴ്സും നമ്മുടെ മാറിക്കിട്ടും, താനേ മാറാൻ തുടങ്ങും. അല്ലാതെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യണു, 10 മിനിറ്റ് 15 മിനിറ്റ്, രാവിലെയും വൈകിട്ട് അമ്പലത്തിൽ പോകണു, ധ്യാനം ചെയ്യണു. പക്ഷേ വാക്കുകൾ റഫ് ആൻഡ് ടഫ് ആണെങ്കിൽ, പെരുമാറ്റം മോശമാണെങ്കിൽ എന്ത് ധ്യാന, എന്ത് യോഗ, എന്ത് ഭക്തിയാണ്? നമ്മൾ കുളിച്ചുക്കുറി മാത്രം ഇട്ടതുകൊണ്ട് കാര്യമില്ല. ഞാൻ 3-4 നേരം അമ്പലത്തിൽ പോകണു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഗുണങ്ങളുണ്ടാവണം. ഇത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് 4 നമ്മൾ ശ്രദ്ധിച്ചാൽ, സത്സംഗം, സാത്വിക ആഹാരം, അതേപോലെ ബ്രഹ്മചര്യം, ദിവ്യ ഗുണങ്ങൾ, ഈ 4 സ്തംഭങ്ങളും സ്റ്റഡിയാണെങ്കിൽ നമ്മുടെ യോഗി ജീവിതം പൂർണ്ണതയിലെത്തും, ഫുൾ ബെനിഫിറ്റ് കിട്ടും. ഇന്നു മുതൽ ഈ 4 സ്തംഭങ്ങളിലും ശ്രദ്ധ വെച്ച് 1 മാസം മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഓം ശാന്തി. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും നമുക്ക് ധ്യാനയുക്തമായി ചെയ്യാം. ഒരു നല്ല തീരുമാനം ഇന്നു മുതൽ ഞാൻ എടുക്കുകയാണ്. രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുൻപ് കുളിച്ച് കിടന്നുറങ്ങിയ വസ്ത്രം മാറ്റി ഫ്രഷായ വസ്ത്രമിട്ടുകൊണ്ട് അടുക്കളയിൽ ആഹാരം പാകം ചെയ്യാൻ ആരംഭിക്കാം. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിൽ പല രാസപ്രവർത്തനങ്ങളും നടക്കും. അതിനാൽ തീർച്ചയായും രാവിലെ ഉണർന്ന് കുളിച്ച് ഫ്രഷ് വസ്ത്രത്തോടെ അടുക്കളയിൽ കയറിയാൽ ആ ഫ്രഷ്നെസ്, ഉണർവ്, ഉത്സാഹം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിറയും. ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ആ ഫ്രഷ്നെസ് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, അടുക്കളയിൽ രാവിലെ ജോലികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം 1 നിമിഷം അടുക്കളയിൽ കയറി സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പേ 1 നിമിഷം നേരം ഞാൻ ആത്മചൈതന്യമാണെന്ന് സ്മൃതി കൊണ്ടുവരും. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയെ കാണൂ. അതിനുശേഷം പരമാത്മശക്തിയെ, സർവശക്തിവാൻ പരമപ്രകാശത്തെ അടുക്കളയിലേക്ക് മനസ്സുകൊണ്ട് വിളിക്കും.
ആ പരമചൈതന്യം അടുക്കളയിലേക്ക് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും ഈശ്വരനും ചേർന്ന് ഭഗവാനെ കൂട്ടുകാരനായി കൂടെ വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ചെയ്യുന്നത് എന്ന സ്മൃതിയോടെ ആരംഭിക്കും. അപ്പോൾ അടുക്കളയുടെ അന്തരീക്ഷം ക്ഷേത്ര സമാനമാകും. ഇനി എത്ര സമയം അടുക്കളയിൽ നിൽക്കുന്നു, മനസ്സുകൊണ്ട് കൂടെ കൂട്ടിയ സർവശക്തിവാനോട് സംസാരിച്ചുകൊണ്ട് ഓരോന്നും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ കാണണം പരമാത്മാവിൽ നിന്ന് പരമചൈതന്യം ആഹാരത്തിലേക്ക് നിറയുന്നത്. പച്ചക്കറി മുറിക്കുമ്പോഴും അരി കഴുകുമ്പോഴും അടുപ്പിലെ സാധനങ്ങൾ വെച്ചിളക്കുമ്പോഴും എല്ലാം മനസ്സാകുന്ന കണ്ണിൽ ആ പരമ തേജസ്സിൽ നിന്ന് പരമപ്രകാശം ആഹാരത്തിൽ നിറയുന്നത് കാണും. ആ ഈശ്വര ചൈതന്യത്തിലെ ശക്തികളാണ്, ശാന്തിയാണ്, സ്നേഹമാണ്, പരിശുദ്ധിയാണ്, സന്തോഷമാണ്. മനസ്സുകൊണ്ട് നല്ല നല്ല പൊടികൾ ഭക്ഷണത്തിലേക്കിടും. ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവരുടെയും മനസ്സ് ശാന്തമാകും, ശുദ്ധമാകും, ശക്തിശാലിയാകും. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവും, സദ്ബുദ്ധി ഉണ്ടാവും. പരസ്പരം വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറും. ഭഗവാനുള്ള പ്രസാദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിചാരത്തോടു കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കി തീർന്നതിന് ശേഷം ആ ഭക്ഷണത്തെ സർവേശ്വരന് മനസ്സാ സമർപ്പിക്കും. ഇതങ്ങേക്കുള്ള ഭക്ഷണമാണ്, ഇതങ്ങയുടെ മക്കൾക്കുള്ള ഭക്ഷണമാണ്. വീണ്ടും ഭക്ഷണം ഉണ്ടാക്കി തീർന്നതിന് ശേഷം പരമാത്മ ചൈതന്യത്തെ വീണ്ടും വിളിക്കൂ. ആ ഭക്ഷണത്തിലേക്ക് ഈശ്വര ചൈതന്യം നിറയ്ക്കൂ. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ഭഗവത് പ്രസാദമാണെന്നുള്ള സ്മൃതിയിൽ വിളമ്പിക്കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വിളമ്പിക്കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ദേഷ്യം, പിണക്കം, കരച്ചിൽ, വിഷമം അങ്ങനെയുള്ള മനസ്സോട് ഒരിക്കലും അടുക്കളയിൽ കയറരുത്. ആ വിഷമ അസ്വസ്ഥത മാറ്റി മനസ്സ് ശാന്തമാക്കി സ്വസ്ഥമാക്കിയതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറൂ. ഇല്ലെങ്കിൽ ദേഷ്യത്തോടെ പിണക്കത്തോടെ വന്നാൽ എന്തെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നോ അതെല്ലാം ആഹാരത്തിലേക്ക് കലരും. ആഹാരം വിഷമയമാകും. 3 നേരവും ഭക്ഷണം ഞാൻ നിവേദ്യമാക്കും. ശുദ്ധമായ വിചാരത്തോടെ സർവശക്തിവാനെ സ്മരിച്ച് സർവശക്തിവാനെ കൂടെ വെച്ചുകൊണ്ട് ഞാൻ 3 നേരവും ഭക്ഷണം ഉണ്ടാക്കും. സ്നേഹത്തോടെ ഭഗവത് പ്രസാദം പോലെ വിളമ്പിക്കൊടുക്കും. ഇനി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവരവരുടെ കയ്യിൽ പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കൈ സോപ്പിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം വേണം കഴിക്കാൻ വരാൻ. പാത്രവും സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകണം കഴിക്കുന്നതിന് മുമ്പ്. ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം വിളമ്പിയെടുക്കുക. കുറച്ചെടുത്ത് കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ വാങ്ങാം. 1 മണി പോലും വേസ്റ്റാക്കരുത്, കൊണ്ടുപോയി കളയരുത്. വിശക്കുന്നവർ ധാരാളം പേരുണ്ട്. 1 മണി കളഞ്ഞാൽ അതൊരു സൂക്ഷ്മ കണക്കാണ്. കഴിക്കുന്നതിന് മുമ്പ് പ്ലേറ്റിൽ ആഹാരം വന്ന് കഴിക്കാൻ ഇരിക്കുമ്പോൾ ആദ്യം 1 നിമിഷം ആത്മസ്വരൂപത്തിലിരിക്കൂ. പരമാത്മാവിനെ മനസ്സുകൊണ്ട് വിളിക്കൂ.
പരമാത്മ ചൈതന്യത്തെ ആ ഭക്ഷണത്തിലേക്ക്, പ്ലേറ്റിലേക്ക്, ആഹാരം എന്തൊക്കെയാണോ മുന്നിലിരിക്കുന്നത് അതിലേക്ക് ഈശ്വര ചൈതന്യം, പരമപവിത്രമായ ഈശ്വര ചൈതന്യം നിറയുന്നത് മനസ്സുകൊണ്ട് കാണും. ഇത് ഭഗവത് പ്രസാദാണ്, ഈശ്വരൻ തരുന്നതാണ്. ഈ അന്നം എൻ്റെ അടുത്ത് എത്തിക്കാൻ, എൻ്റെ കയ്യിലെ പ്ലേറ്റിലെത്തിക്കാൻ എത്ര പേര് അധ്വാനിച്ചു, എത്ര കർഷകർ, എത്ര പണിക്കാർ, എത്ര കച്ചവടക്കാർ, ആരെല്ലാം അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഇതുണ്ടാക്കിയവർ, വിളമ്പിത്തന്നവർ. എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയും. എന്നിട്ട് സ്നേഹത്തോടെ കഴിക്കും. ഭഗവത് പ്രസാദാണ്. ഇതെൻ്റെ മനസ്സിനും ശരീരത്തിനും ഊർജം നൽകും എന്ന സ്മൃതിയോടെ വായിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കും. ഏറ്റവും നന്നായി ചവച്ചരച്ചിട്ടേ വായിൽ നിന്ന് വയറ്റിലേക്ക് ഇറക്കാവൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി, കമ്പ്യൂട്ടർ, ഫോണ്, പേപ്പറോ മറ്റൊന്നും ഓൺ ചെയ്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. മുതിർന്നവരെല്ലാവരും ഇന്ന് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ഈ ശീലം ആരംഭിക്കും. എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം കഴിക്കാൻ ആരംഭിക്കാൻ. ഇന്നു മുതൽ ഒരു നേരമെങ്കിലും കഴിയുമെങ്കിൽ കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു തർക്കത്തിൻ്റെ കാര്യമോ പ്രശ്നത്തിൻ്റെ കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യരുത്. അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും പറയാതിരിക്കുക. കഴിയുന്നതും ശാന്തമായി സർവശക്തിവാൻ്റെ ഓർമ്മയിൽ കഴിക്കുക. ബാക്കി എന്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടോ കഴിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ആഹാരം കഴിച്ചതിന് ശേഷം അവരവരുടെ പ്ലേറ്റ് സ്വയം കൊണ്ടുപോയി കഴുകി വയ്ക്കുക. ഇപ്രകാരമുള്ള ഒരു വിധിപൂർവമായ ഭക്ഷണം കഴിക്കൽ ഇന്നു മുതൽ ഞാൻ ആരംഭിക്കും. എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും പ്രേരണയും കിട്ടും. ഓം ശാന്തി.